ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആണ്ടുവട്ടത്തിലെ 5-ാം ഞായർ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിലൂടെ നമ്മൾ മുന്നേറുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ മലയിലെ പ്രസംഗത്തിൻ്റെ തുടക്കത്തിലുള്ള അഷ്ടസൗഭാഗ്യങ്ങളെ ആധാരമാക്കിയാണ് ധ്യാനിച്ചത്. അത് ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ഹൃദയനിലയും മാനസിക നിലയും വെളിവാക്കുക, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ എന്നെല്ലാം വെളിവാക്കിക്കൊണ്ട്, ആത്മാവിൽ ദരിദ്രർ എന്ന് വെളിവാക്കിക്കൊണ്ട് എല്ലാം നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഉള്ളിനെ എങ്ങനെ നമുക്ക് ദൈവീകമാക്കാം, ക്രിസ്തു ശിഷ്യന് അനുയോജ്യമായ രീതിയിലാക്കാം എന്ന് നമ്മൾ പഠിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വായനയിലൂടെ നമുക്ക് ദൈവം തരുന്ന സന്ദേശം, നമ്മുടെ ഉള്ള് നന്നായാൽ പോരാ, അത് പ്രകടമാകണം. നമ്മുടെ ഉള്ളിലുള്ളത് പുറമേ പ്രകടമാക്കിക്കൊണ്ട് ലോകത്തിൽ കർത്താവിന് സാക്ഷ്യമുഖിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ലോകത്തിൽ ഈശോയ്ക്ക് സാക്ഷ്യമുഖിച്ച് ജീവിക്കുവാൻ നമ്മളെ പ്രചോദിപ്പിക്കുവാൻ വേണ്ടി 2 പ്രതീകങ്ങളാണ് ഇന്നത്തെ വായനകൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ഒന്നാമത്തേത് ഉപ്പ്, രണ്ടാമത്തേത് പ്രകാശം. നമ്മൾ ഇന്നത്തെ ഒന്നാമത്തെ വായനയിലും സങ്കീർത്തനത്തിലുമെല്ലാം ആ പ്രകാശത്തെക്കുറിച്ചാണ് വായിച്ചു കേട്ടത്. നിൻ്റെ പ്രകാശം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാകട്ടെ, വിശക്കുന്നവന് ആഹാരം കൊടുത്തുകൊണ്ട്, നഗ്നനെ ഉടുപ്പിച്ചുകൊണ്ട്, അഭയമില്ലാത്തവന് അഭയം ഏകിക്കൊണ്ട് നിൻ്റെ പ്രകാശം ലോകത്തിൽ പ്രകടമാക്കണം എന്നുള്ള വലിയ ആഹ്വാനമാണ് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ വായനയിൽ യെശയ്യാ പ്രവാചകൻ്റെ വാക്കിലൂടെ നമുക്ക് നൽകുക. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 58-ാമത്തെ അധ്യായത്തിലാണത്. എന്നിട്ട് ഇന്നത്തെ സങ്കീർത്തനവും 112-ാം സങ്കീർത്തനത്തിലോ എന്ന് പറയുന്നത്, നീതിമാന് അന്ധകാരത്തിൽ പ്രകാശമുദിക്കും എന്നാണ് അവിടെ പറയുക. നമ്മുടെ ജീവിതത്തിലെ അന്ധകാരത്തെ എല്ലാം അകറ്റി നമ്മുടെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ നമ്മൾ നിരന്തരം പരിശ്രമിക്കണമെന്ന് ഇന്നത്തെ സങ്കീർത്തനം പ്രത്യേകിച്ച് നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് നമുക്ക് ലോകത്തിൻ്റെ പ്രകാശമാകാൻ സാധിക്കുന്നത് എന്ന് വെളിവാക്കുന്നു ഒന്നാം വായനയും സങ്കീർത്തനവും. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ ഇന്നത്തെ സുവിശേഷത്തിൽ കർത്താവ് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വെളിച്ചം മറ്റുള്ളവരുടെ മുമ്പിൽ തെളിയട്ടെ. അങ്ങനെ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ഏവരും ദൈവത്തെയും മഹത്വപ്പെടുത്തുവാൻ ഇടയാകട്ടെ എന്ന് പറയാം. ഈ ഉപ്പിൻ്റെയും പ്രകാശത്തിൻ്റെയും വലിയൊരു പ്രത്യേകത, അത് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് തന്നിലല്ല, പിന്നെയോ മറ്റുള്ളവരല്ല. കൃത്യം പറഞ്ഞാൽ നമ്മൾ പ്രകാശത്തെയല്ല കാണുന്നത്, പ്രകാശിപ്പിക്കപ്പെടുന്നതിനെയാണ് കാണുന്നത്. അതിലൂടെയാണ് പ്രകാശം ഇവിടെ ഉണ്ട് എന്ന് നമ്മൾ ബോധപ്പെടുക. പ്രകാശം അന്ധകാരത്തെ അകറ്റി ഓരോന്നിനെയും പ്രകാശവർണ്ണമാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അതേപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലൂടെ, നമ്മുടെ വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ, ബന്ധങ്ങളിലൂടെ അന്ധകാരത്തെ അകറ്റണം, പ്രകാശത്തെ നിറയ്ക്കണം. ആ പ്രകാശത്തിലൂടെ ഏവർക്കും നമ്മൾ വഴി കാണിച്ചു കൊടുക്കണം. പ്രകാശത്തിലൂടെ നമ്മൾ മനുഷ്യരുടെ ജീവിതത്തെ സന്തോഷം കൊണ്ട്, സമാധാനം കൊണ്ട് നിരന്തരം നിറയ്ക്കണം. നമ്മൾ ഈ ഉപ്പ് നമുക്ക് പല കാര്യങ്ങളുടെയും പ്രതീകമാണ്. ഉപ്പ് ഒരു വിധത്തിൽ ദൈവമായിട്ടുള്ള ഉടമ്പടിയുടെ പ്രതീകമാണ്. ഉപ്പ് നമുക്ക് രുചി തരുന്നതാണ്. ഉപ്പ് ആഹാര വസ്തുക്കളെയൊക്കെ കാത്തു സൂക്ഷിക്കുന്നതാണ്. ഉപ്പ് നമ്മുടെ ആരോഗ്യത്തിലും വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സോഡിയം ക്ലോറൈഡ് പോലെയുള്ള കാര്യങ്ങൾ പ്രിയപ്പെട്ടവർ. ഉപ്പ് നമുക്ക് ആരോഗ്യം തരുന്നു, രുചി തരുന്നു, സംരക്ഷണം തരുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു. ഉപ്പ് നല്ല വളമാണ്. അപ്പം ആ രീതിയിൽ നമ്മൾ ഈ ഉപ്പ് ഒരു വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമാണ്. ഈ പണ്ട് കാലത്ത് കുഞ്ഞിൻ്റെ നാവിൽ ഉപ്പ് തൊട്ട് കൊടുക്കുമായിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ രുചി, ദൈവസ്നേഹത്തിൻ്റെ രുചി. നമുക്ക് നമ്മുടെ ജീവിതത്തിലൂടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തിലൂടെ
മനുഷ്യരുടെ ജീവിതത്തിലെ രുചി, ദൈവസ്നേഹത്തിൻ്റെ രുചി അനുഭവമാക്കുവാൻ നമുക്ക് സാധിക്കണം. അവിടെയും ഈ ഉപ്പിൻ്റെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ഈ ഉപ്പ് അതിൻ്റെ യഥാർത്ഥമായ ഫലം പുറപ്പെടുവിക്കുന്നത് അത് അലിഞ്ഞ് ഇല്ലാതാകുമ്പോഴാണ്. അത് അലിഞ്ഞ് ഇല്ലാതാകുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പിനെ കാണുന്നില്ല. പ്രകാശത്തിൻ്റെ കാര്യം പറയുന്ന പോലെ പ്രകാശത്തെ നമ്മൾ ശരിക്കും കാണുന്നില്ല. നേരെ മറിച്ച് പ്രകാശിക്കപ്പെടുന്നതിന്, അതേപോലെ ആ ഉപ്പ് എന്തിൽ കലർന്നോ അതിനെയാണ്, അതിലൂടെ രുചി അനുഭവിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉപ്പിനെ അറിയുക. അതുപോലെ ഒരു ക്രൈസ്തവൻ്റെ ജീവിതം, ക്രിസ്തു ശിഷ്യൻ്റെ ജീവിതം പ്രിയപ്പെട്ടവരെ തന്നെ മഹത്വപ്പെടുത്തുന്നതല്ല. ഞാനാണ് വലിയവൻ, ഞാനാണിതെല്ലാം ചെയ്തത് എന്ന് പറയുന്ന ആളല്ല. പിന്നെയോ ഇന്നത്തെ സുവിശേഷത്തിൽ തന്നെ ഈശോ എന്താ പറയുന്നത്? നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് ഏവരും ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്നാ പറയുക. നിങ്ങളെയല്ല, ദൈവത്തെ. നമ്മളിലെ ഉപ്പും പ്രകാശവും ഒക്കെ ദൈവം നമുക്ക് തന്നതാ പ്രിയപ്പെട്ടവരെ. ജ്ഞാനസ്നാനത്തിലെ കത്തിച്ച മെഴുകുതിരി നമുക്ക് നൽകുകയില്ലേ? ക്രിസ്തുവിൻ്റെ പ്രകാശം സ്വീകരിക്കുമെന്ന് പറഞ്ഞ്. അപ്പോൾ ജ്ഞാനസ്നാനത്തിൽ തുടങ്ങിയേ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ 2 വിളി ലഭിക്കുക. നീ ഭൂമിയുടെ ഉപ്പാണ്, നീ ലോകത്തിൻ്റെ പ്രകാശമാണ്. ജ്ഞാനസ്നാനത്തിൽ തുടങ്ങിയേ ജീവിത അവസാനം വരെയും ലോകത്തിൽ പ്രകാശം പരത്തിക്കൊണ്ട്, ലോകത്തിലെ അന്ധകാരത്തെ ദൂരീകരിച്ചുകൊണ്ട്, ലോകത്തിന് ജീവിതത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും നന്മയുടെയും രുചി അനുഭൂതിമാക്കിക്കൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കണം. ഈശോ പറയുന്നുണ്ടല്ലോ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. യോഹന്നാൻ 8:12 അല്ലെങ്കിൽ 9:5. എഫേസ്യർക്കുള്ള ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഉറങ്ങുന്നവനെ ഉണരുക, ഇതാ ക്രിസ്തുവിൻ്റെ പ്രകാശം നിന്നിൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറയാണ്. നമ്മൾ അന്ധകാരത്തിൻ്റെ മക്കളല്ല, അന്ധകാരത്തിൻ്റെയോ രാത്രിയുടെയോ മക്കളല്ല. നമ്മൾ പ്രകാശത്തിൻ്റെയും പകലിൻ്റെയും മക്കളാണ്. അതുകൊണ്ട് നിരന്തരം പ്രകാശത്തിൽ ചരിക്കാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. ഈ പ്രകാശത്തിൻ്റെ ആ പ്രക്രിയ എന്താണ്? ആദ്യം ക്രിസ്തുവിനാൽ നാം പ്രകാശിപ്പിക്കപ്പെടണം. അതിലൂടെ നമ്മളെ അന്ധകാരമെല്ലാം അകന്നു പോകണം. പാപത്തിൻ്റെയും വിരോധത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഭയത്തിൻ്റെയും എല്ലാം അന്ധകാരം നമ്മളിൽ നിന്ന് അകന്നു പോകണം. ഈ പ്രകാശത്തിൽ നമ്മൾ രൂപാന്തരപ്പെടണം. ഈശോനാഥൻ താബോർ മലയിൽ രൂപാന്തരപ്പെട്ടതുപോലെ കർത്താവിൻ്റെ വസ്ത്രം പോലും തിളങ്ങിയെന്ന് പറയുക. നമ്മുടെ ജീവിതം മുഴുവനും പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ പ്രകാശത്താൽ തിളങ്ങുന്നതാകട്ടെ. അങ്ങനെ തിളങ്ങുമ്പോഴോ നമ്മളിലൂടെ പ്രകാശം പരക്കും. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മൾ എവിടെയൊക്കെയാണോ അവിടെയെല്ലാം നമ്മളിലൂടെ ക്രിസ്തുവിൻ്റെ പ്രകാശം പരക്കും. അത് ലോകത്തിൽ മുഴുവനും നിറഞ്ഞ് ലോകത്തെ ദൈവരാജ്യമായി, പ്രകാശത്തിൻ്റെ രാജ്യമായി രൂപാന്തരപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ കടമ. മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ലോകത്തിലെ തീ ഒരു വിധത്തിൽ കെട്ടുപോയി, പ്രകാശം അണഞ്ഞു. എന്നിട്ട് ആ തീയെ പെരുപ്പിക്കുവാൻ, ആ പ്രകാശത്തെ വീണ്ടെടുക്കുവാൻ, വീണ്ടെടുത്ത് തരാൻ കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമായി കടന്നു വന്നു. അവിടുന്ന് പെന്തക്കോസ്ത് നാളിൽ തീനാവുകളായി പരിശുദ്ധാത്മാവിനെ ശിഷ്യരിലേക്ക് അയച്ചപ്പോൾ ആ പരിശുദ്ധാത്മാവിലൂടെ പ്രകാശിതരാകുവാനും ലോകത്തിന് രുചിയുണ്ടാക്കാനും നമ്മളെ കർത്താവ് വിളിക്കുക. ഒരു ക്രിസ്തു ശിഷ്യൻ പ്രിയപ്പെട്ടവരെ ഭൂമിയുടെ ഉപ്പാകണം. അതിലൂടെ നമ്മുടെ ലോകം മുഴുവനും ഒരു വിധത്തിൽ പരിവർത്തനപ്പെടണം. രുചി കെട്ടുപോയതെല്ലാം രുചിയുള്ളതായി മാറണം. ജീർണിച്ചതെല്ലാം അത് ജീർണതയെ വിട്ട് നവീകരിക്കപ്പെടണം. അത് നമ്മിലൂടെയാണ്, നമ്മുടെ വാക്കിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ പെരുമാറ്റത്തിലൂടെ, നമ്മുടെ ബന്ധങ്ങളിലൂടെയെല്ലാം. കഷ്ടപ്പെടുന്നവൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കുമ്പോൾ, ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കാൻ തയ്യാറാകുമ്പോൾ, പാർപ്പിടമില്ലാത്തവന് പാർപ്പിടം തയ്യാറാക്കാൻ തയ്യാറാകുമ്പോൾ,
ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുമ്പോൾ, ഇല്ലാത്തവന് ഉള്ളത് കൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ, അവിടെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉപ്പായി പ്രകാശമായി പ്രശോഭിക്കുക. നമ്മൾ തേടേണ്ടത് നമ്മുടെ മഹത്വമല്ല, ദൈവത്തിൻ്റെ മഹത്വം. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നന്നായി നിറവേറ്റിക്കൊണ്ട്, ദൈവം നമുക്ക് തന്നതിനെ ഊതിപ്പെരിപ്പിച്ചുകൊണ്ട് ഈ ലോകത്തിന് പ്രിയപ്പെട്ടവരെ പ്രകാശം പകരാൻ, രുചി പകരാൻ, സംരക്ഷണമേകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. ഈശോയുടെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രകാശത്തിൻ്റെ മക്കളായി വ്യാപരിക്കാം. നമ്മിലൂടെ ലോകമെങ്ങും പ്രകാശിതമാകട്ടെ. ദൈവാനുഗ്രഹം ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.